വന്ദേമാതരം വിവാദത്തിൽ കൂടുതൽ വെട്ടിലായി സർക്കാർ. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക് ഭവൻ രംഗത്തുവന്നു. ഇതോടെ ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ ഇറക്കിയതെന്ന സർക്കാരിന്റെ വാദം പൊളിയുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിലൂടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രോട്ടോകോൾ വിഭാഗം പുറത്തിറക്കിയ സർക്കുലറിൽ വന്ദേമാതരത്തെ പരാമർശിച്ചിട്ടില്ല. പിന്നെങ്ങനെ സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 9 മുതൽ 17 വരെ എല്ലാ പൊതുപരിപാടികളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ അയച്ച സർക്കുലറിലെ പരാമർശം. പക്ഷേ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ എങ്ങനെ ചീഫ് സെക്രട്ടറിക്ക് കഴിയുമെന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ അടക്കം കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു സർക്കുലർ ഇറക്കിയതെന്നായിരുന്നു. ഈ വാദം വിവാദമായതോടെയാണ് ലോക് ഭവൻ തന്നെ അതിൽ വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നാണ് ലോക് ഭവന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. പ്രോട്ടോകോൾ വിഭാഗം ഔദ്യോഗികമായി കൈമാറിയിരിക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ അടക്കം പറയുന്നത് ദേശീയ ഗാനം ആലപിക്കണമെന്ന് മാത്രമാണ്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു പരാമർശങ്ങളും ഈ പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ സർക്കുലറിൽ എടുത്തു പറയുന്നുമില്ല. പിന്നെ എങ്ങനെ ചീഫ് സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഇത് പൂർണ്ണമായി ആലപിക്കണമെന്ന് സർക്കുലർ ഇറക്കാൻ കഴിയും എന്നതാണ് രാഷ്ട്രീയമായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു ചോദ്യം. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് വലിയൊരു വിഷയമായി RSSനെതിരെ BJP നയങ്ങൾ അല്ലെങ്കിൽ RSS നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നതിനിടയിലാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി VD സതീശനും കൃത്യമായൊരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുക്കുന്നതിനിടയിലാണ് അതിൽ സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് ലോക് ഭവൻ തന്നെ അത്തരം ഒരു നിർദ്ദേശവും സർക്കാരിന് നൽകിയിട്ടില്ല എന്ന വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.